ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഓൺലൈൻ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നമുക്ക് 3ഓളം കവിതകൾ എടുക്കാനുണ്ട്. ഇന്ന് നമ്മൾ ദോഹയിലേക്കാണ് പോകുന്നത്. കബീർദാസിനെ പറ്റി നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എങ്കിൽ കൂടി നമുക്ക് കബീർദാസിനെ ഒരിക്കൽ കൂടി ഒന്ന് ഓർത്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കബീർദാസ്. നമുക്കറിയാം, കബീർദാസ് ഹിന്ദി സാഹിത്യ की भक्ति काल के ज्ञानाश्री शाखा के നിർഗുൺ ഭക്തിധാര के പ്രവർത്തക है. കബീർദാസ് എന്ന് പറയുന്ന കവി ഭക്തി കാലഘട്ടം, ഇന്ത്യ സാഹിത്യത്തിലെ ഭക്തി കാലഘട്ടത്തിലെ ഒരു പ്രധാന കവിയാണ്. അദ്ദേഹം നിർഗുൺ ഭക്തിധാരയ്ക്ക് പ്രവർത്തക है. നിർഗുൺ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 2 വിഭാഗമുണ്ട് ഭക്തി കാലഘട്ടത്തിൽ, നിർഗുൺ, സഗുൺ. നിർഗുൺ എന്ന് പറയുന്ന വിഭാഗം എന്ന് പറഞ്ഞാൽ ഈശ്വരന് രൂപം കൊടുക്കാത്ത വിഭാഗമാണ്. അതുപോലെ സഗുൺ എന്ന് പറഞ്ഞാൽ ഈശ്വരന് രൂപം കൊടുത്തിട്ടുള്ള ഒരു വിഭാഗമാണ്. സഗുണിൽ വരുന്നത് നമ്മുടെ സൂർദാസാണ് മെയിനായിട്ട്. കബീർദാസ് കെ ജന്മ കെ ബാരെ മതഭേദ ഹെ. അദ്ദേഹത്തിന് ജനിച്ചതും മരിച്ചതിനെ പറ്റിയിട്ടുള്ള ഡേറ്റും മറ്റു കാര്യങ്ങളുമൊക്കെ ഇപ്പോഴും ആചാര്യന്മാർക്ക് തമ്മിൽ ഭിന്നഭിപ്രായമുണ്ട്. സമാജ് സുധാരക് നാം സെ ജാനെ ജാത്തെ ഹെ. കബീർദാസ് समाज सुधारक नाम से जाने जाते हैं. सोशल रिफॉर्मर ആയിട്ട് അറിയപ്പെടുന്നു. उन्होंने जो कुछ सीखा अनुभव की पाठशाला से सीखा. കബീർദാസ് ഒരിക്കലും സ്കൂളിലോ വിദ്യാലയത്തിലൊന്നും പോയിട്ടില്ല. അദ്ദേഹം സ്വന്തം അനുഭവം കൊണ്ടാണ് പഠിച്ചിരിക്കുന്നത്. उन्होंने जो कुछ सीखा, എന്താണ് പഠിച്ചത്? अनुभव की पाठशाला से सीखा, സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പഠിച്ചിരിക്കുന്നത്. കബീർ की वाणी बीजक नामक ग्रंथ में संग्रहित है. കബീറിൻ്റെ എല്ലാ ദോഹകളും ബീജക് എന്ന് പറയുന്ന കവിതാ സംഗ്രഹത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്, നമ്മൾ പഠിച്ചതാണ്. ഇസ് ഗ്രന്ഥയ്ക്ക് 3 ഭാഗ് ഹെ. റമൈനി, സാഗി ഓർ സബാത്ത്. അതിൻ്റെ 3 ഭാഗങ്ങളാണ്. ഈ ബീജക് എന്ന് പറയുന്ന കവിതാ സംഗ്രഹത്തിനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആ 3 ഭാഗങ്ങളാണ് റമൈനി, സാഗി ഓർ സബാത്ത്. കബീറിനെ ഗുരു കോ ഗോവിന്ദ് സേ ബി അധിക് മഹത്വ ദിയ. അദ്ദേഹത്തിൻ്റെ എല്ലാ ദോഹയിലും ഉപദേശങ്ങളാണ് നമുക്ക് നൽകുന്നത്. അദ്ദേഹം ഗുരുവിനാണ് ഈശ്വരനേക്കാളും എന്ത് കൊടുത്തിരിക്കുന്നത്? ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. वो कविता के ज़रिए समाज को सुधारना चाहता है. അദ്ദേഹം തൻ്റെ ദോഹയിലൂടെ അല്ലെങ്കിൽ കവിതയിലൂടെ സമൂഹത്തെ നന്നാക്കാനാണ് ശ്രമിച്ചത്. അതുപോലെ തന്നെ സമൂഹത്തിലുള്ള അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും എല്ലാം തുടച്ചു നീക്കാനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ഉൻകി ഭാഷ സതുഗടി യാ കിച്ചടി ഹെ. അദ്ദേഹത്തിൻ്റെ ഭാഷ സതുഗടി അല്ലെങ്കിൽ കിച്ചടിയാണ്. വേ വാണിക്ക് ഡിക്റ്റേറ്റർ നാം സെ ജാനെ ജാത്തെ തെ. അദ്ദേഹം വാണിക്ക് ഡിക്റ്റേറ്റർ ആയിട്ടാണ് അറിയപ്പെടുന്നത്. കാരണം ഭാഷയിൽ അത്രയ്ക്കും അദ്ദേഹത്തിന് അധികാരം ഉണ്ടായിരുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് കബീർദാസിനെ പറ്റി ഓർമ്മപ്പെടുത്താൻ സാറിപ്പോൾ പറഞ്ഞത്. നമ്മൾ പഠിച്ചതാണ്, നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്തതാണ്. എങ്കിൽ കൂടി കബീർദാസിനെ ഒന്നുകൂടി ഓർത്തെടുത്തതാണ്. ഇനി നമ്മൾ നേരെ കബീർദാസിൻ്റെ നമുക്ക് പഠിക്കാനുള്ള ദോഹയിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ ദോഹ സാർ ഇവിടെ വായിക്കാം, ചൊല്ലാം. സദ്ഗുരു की महिमा आनंद आनंद किया उपकार, ലോചൻ ആനന്ദ് ഉഗാരിയ ആനന്ദ് ദിക്കാവൻ ഹാർ. നമുക്കറിയാം, കബീർദാസിൻ്റെ എല്ലാ ദോഹകളും 2 ലൈൻസേ ഉണ്ടാവുള്ളൂ. പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എഴുതാനും എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ഉണ്ടാകും. അപ്പോൾ ആദ്യത്തെ ദോഹ എന്ന് പറയുന്നത് സദ്ഗുരുക്ക് മഹിമ ആനന്ദ് കിയ ഉപകാർ, ലോചൻ ആനന്ദ് ഉഗാരിയ ആനന്ദ് ദിക്കാവൻ ഹാർ എന്ന ദോഹയുടെ അർത്ഥം അല്ലെങ്കിൽ ഭാവാർത്ഥമാണ് സാറിപ്പം പറയാൻ പോകുന്നത്. ഇതിലൂടെ കബീർദാസ് ഉദ്ദേശിക്കുന്നത് एक आदर्श गुरु की महिमा की कोई सीमा नहीं है. ഇതിലൂടെ കബീർദാസ് പറയുകയാണ്, ഈശ്വർ കി മഹിമ അല്ലെങ്കിൽ ഗുരുവിൻ്റെ മഹിമയാണ് ഇതിലൂടെ കബീർദാസ് വ്യക്തമാക്കുന്നത്. അദ്ദേഹം പറയുന്നു, एक आदर्श गुरु की महिमा का कोई सीमा नहीं है. ഒരു ഐഡിയൽ ഒരു ടീച്ചറുടെ മഹിമ എന്ന് പറയുന്നത് ഒരു ലിമിറ്റില്ല, അതിനൊരു ലിമിറ്റേഷൻസും ഇല്ല. ഗുരുവാണ് ഈശ്വരൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത്. ഗുരു കഴിഞ്ഞേ ഈശ്വരനുള്ളൂ. നമ്മൾ കേട്ടിട്ടുണ്ട്, മാതാപിതാ ഗുരു ദൈവം. മാതാവും പിതാവും ഗുരുവും കഴിഞ്ഞതിന് ശേഷമാണ് എന്തുള്ളത്? ദൈവം. സദ്ഗുരു കി മഹിമ. സദ്ഗുരു മീൻസ് ഗുരു. महिमा अच्छा गुरु. सद्गुरु मीन्स अच्छा गुरु. एक अच्छा आइडियल गुरु की महिमा, അതിൻ്റെ മഹത്വം ആനന്ദ് കിയാ ജാത്ത ഹെ. അത് ആനന്ദമാണ്, അതിന് ഒരു ലിമിറ്റേഷൻസും ഇല്ല.
ലോചൻ ആനന്ദ് ഉഗാരിയ ആനന്ദ് ദി കാവൻഹാർ. അദ്ദേഹം പറയാണ് ഈ ഗുരുവിൻ്റെ മഹാനത വെളിവാക്കുന്നു ഈ ദോഹയിൽ. അതായത് നല്ല ആദർശവാനായ ഗുരുവിൻ്റെ മഹാനത സീമാതീതമാണ്. അദ്ദേഹം ഒട്ടനവധി ഉപകാരങ്ങൾ ചെയ്യുന്നു. ആ ഉപകാരങ്ങൾ എണ്ണിയാൽ ഒടുങ്ങില്ല. നമുക്ക് അത് വായിച്ചെടുക്കാനോ അല്ലെങ്കിൽ എണ്ണി തിട്ടപ്പെടുക്കാനോ സാധിക്കില്ല. അത്രയ്ക്ക് ഉപകാരം നമുക്ക് ദൈവം ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ജീവാത്മാവായ ശിഷ്യൻ്റെ കണ്ണ് തുറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ലോചൻ അനന്ത് ഉഗരിയ, ഗുരു ശിഷ്യൻ്റെ കണ്ണ് തുറപ്പിക്കുന്നു. ലോചൻ മീൻസ് ഗുരു ശിഷ്യൻ്റെ കണ്ണ് തുറപ്പിക്കുക. ലോചൻ കണ്ണ്. അനന്ത് ഉഗാരിയ മീൻസ് തുറപ്പിക്കുക. അനന്ത് ദിക്കാവൻഹാർ, എന്നിട്ട് കാണാൻ സാധിക്കുന്നു. പരിജ്ഞാനം കാണാൻ സാധിക്കും. ജീവാത്മാവായ ശിഷ്യൻ്റെ കണ്ണ് തുറപ്പിച്ച് പരമജ്ഞാനത്തിൻ്റെ വഴി കാണിക്കുന്നത് ആരാണ്? ഗുരുവാണ്. പരമജ്ഞാനത്തെ, പരമേശ്വരനെ പ്രാപിക്കാനുള്ള മാർഗം ഗുരുവിനല്ലാതെ മറ്റാർക്കും കാണിക്കാനാവില്ല. പരമേശ്വരൻ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ജ്ഞാനത്തിലേക്ക് പോകാനും എന്തു നേടാനും നമുക്ക് സാധിക്കുള്ളൂ. ഈശ്വരനില്ലെങ്കിൽ ഒന്നും സാധിക്കില്ല. നമ്മൾ വിചാരിക്കും നമ്മളാണ് എല്ലാം ചെയ്യുന്നത്, നമുക്ക് ഒക്കെ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈശ്വരൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഈശ്വരൻ്റെ കൃപ ഇല്ലെങ്കിൽ നമുക്ക് എവിടെയും എത്തിപ്പെടാനും നമുക്കൊന്നും പഠിക്കാനും ഒന്നും സാധിക്കില്ല. അതുകൊണ്ട് കബീർദാസ് പറയാണ്, ഗുരുവിനെ ആദരിക്കുക, അല്ലെങ്കിൽ ഗുരുവിനെയാണ് നമ്മൾ ആദരിക്കേണ്ടത്. ഗുരുവിലൂടെ നമുക്ക് ഈശ്വരനിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. മാതാപിതാവ് കഴിഞ്ഞാൽ പിന്നെ ഗുരുവാണ്. ഗുരു കഴിഞ്ഞാൽ നമുക്ക് ഈശ്വരനുള്ളൂ. അത്തരം ഗുരു ശിഷ്യൻ്റെ ആത്മീയ നേത്രങ്ങളെ തുറക്കുന്നു. ഇപ്രകാരമുള്ള ആദർശവാനായ ഐഡിയൽ ആയിട്ടുള്ള ടീച്ചേഴ്സ് സ്റ്റുഡൻസിൻ്റെ കണ്ണ് തുറപ്പിക്കുന്നു. അങ്ങനെ അവൻ സർവജ്ഞനെ കാണാമാറാകുന്നു. അങ്ങനെയാണ് ശിഷ്യനെല്ലാം കാണാൻ സാധിക്കുന്നത്. एक आदर्श गुरु की महिमा का कोई सीमा नहीं है. वे कोई उपकार करता है, वह उपकार कभी गिना नहीं सकता. നമുക്ക് എണ്ണാൻ സാധിക്കില്ല. भक्त या शिष्य की अज्ञता या अंधेपन को दूर करने वाले हैं ताकि शिष्य उस परमात्मा को देख पाएगा. ശിഷ്യൻ്റെ മനസ്സിലെ അല്ലെങ്കിൽ ചിന്തയിലെ എല്ലാ മോശമായ കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ തുടച്ചു മാറ്റിയിട്ട് അവനെ നല്ല രീതിയിലേക്ക്, നല്ല വഴിയിലേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? ഗുരുവാണ്. ഇത്രയേ ഉള്ളൂ ആദ്യത്തെ ദോഹ. ഇത്രയേ ഉള്ളൂ. നമ്മളടുത്ത ദോഹയിലേക്ക് കടക്കുകയാണ്. 64 दीवा जोई करी 14 चंदा माही, तिही घर किसको चंदना जिही घर गोविंद नाही. രണ്ടാമത്തെ ദോഹ ഭാവാർത്ഥമാണ് സാർ ഇവിടെ പറയാൻ പോകുന്നത്. ഇതിനകത്ത് നമ്മുടെ കബീർദാസ് പറയുന്നത് 64 द्वीप या 14 चांद समेट करने के बावजूद भी अंधकरण आलोकित नहीं होता. आलोकित होता है तो वहाँ गोविंद अनिवार्य है. ईश्वर के बिना भक्त जितना भी क्षमतावान क्यों न हो, परमात्मा का दर्शन या अनुभव असंभव है. परमात्मा को प्राप्त करने के लिए एकमात्र उपाय या सहारा सद्गुरु है. ഇതിൽ കബീർദാസ് പറയാണ്, ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ലഭിക്കുന്ന ഈശ്വരഭക്തിയും ആത്മജ്ഞാനം വിവരിക്കുന്ന കബീർ പറയുകയാണ്, ആരെങ്കിലും ഒട്ടനവധി ദീപങ്ങൾ കൂട്ടിവെച്ചാലും പ്രകാശിക്കുന്ന 14 ചന്ദ്രനെ മനസ്സിൽ സമാവേശിച്ചാലും അവൻ്റെ ഉള്ളിൽ മനസ്സിൽ ഈശ്വര സാന്നിധ്യം ഇല്ലെങ്കിൽ അവയൊന്നും പ്രകാശിക്കില്ല. നമ്മൾ എത്ര വിദ്യകൾ അല്ലെങ്കിൽ കലയും പഠിച്ചാലും ഈശ്വരൻ്റെ കൃപ ഇല്ലെങ്കിൽ നമ്മൾ എവിടെയും എത്തില്ല. നമ്മൾ പറയാറുണ്ട് 64 വിദ്യയും 14 കലയും ഒക്കെ പഠിച്ച് വരികയെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിച്ചിട്ട് കാര്യമില്ല. ഈശ്വരൻ്റെ കൃപയും ഈശ്വരൻ്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഈ കലയിൽ കൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. ഈശ്വരഭക്തി ഉണ്ടാകണമെങ്കിൽ സദ്ഗുരു മാർഗദർശിയായി വേണം. ഇവിടെയും ഗുരുവിനാണ് ഇമ്പോർട്ടൻസ്. ഗുരുവിൻ്റെ അനുഗ്രഹം വേണം എന്നാണ് പറയുന്നത്. 64 എന്ന് മീൻസ് 64 ദീവ എന്ന് പറഞ്ഞാൽ ദിയ വിളക്ക്, വെളിച്ചം. ജോയി കരി ആരാണോ 64 ദീപങ്ങൾ അല്ലെങ്കിൽ സൂക്ഷിച്ച് വയ്ക്കുന്നത് അല്ലെങ്കിൽ കൂട്ടി വയ്ക്കുന്നത്, ചേർത്ത് വയ്ക്കുന്നത്. അതുപോലെ 14 ചന്ദാമാഹി, അതുപോലെ മനസ്സിൽ 14 ചന്ദ്രൻ്റെയും പ്രകാശം എടുത്ത് വയ്ക്കുന്നത് അല്ലെങ്കിൽ ഉള്ളിൽ കൂട്ടി വയ്ക്കുന്നത്. തിഹിഗർ കിസ്കോ ചന്ദന ജിഹിഗർമി ഗോവിന്ദനാഹി. അപ്പോൾ ഇത്രയും പ്രകാശങ്ങളും വെളിച്ചവും ഒക്കെ കൂട്ടി വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ വെളിച്ചം പ്രകാശിപ്പിച്ചിട്ടൊന്നും വീട്ടിൽ പ്രകാശിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. വീട്ടിൽ ഇത്രയും വിളക്കൊക്കെ പ്രകാശിപ്പിച്ചിട്ടും കാര്യമില്ല, മനസ്സിലും പ്രകാശിപ്പിച്ചിട്ട് കാര്യമില്ല. അവിടെ ആ വീട്ടിൽ അല്ലെങ്കിൽ അവൻ്റെ ആ മനസ്സിൽ ഈശ്വരൻ സാന്നിധ്യം ഇല്ലെങ്കിൽ
അതൊക്കെ വേസ്റ്റാണ്. തിഹി ഘർ കിസ്കോ, ആരുടെ വീട്ടിലാണോ, ചന്ദന മീൻസ് ചാന്ദിനി, ചന്ദ്രൻ്റെ വെളിച്ചം, ജിഹി ഘർ, ആ അന്ധകരണത്തിൽ, അവൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ അവൻ്റെ മനസ്സിൽ, ഗോവിന്ദ് നഹി ഹേ തോ, ഈശ്വരൻ ഇല്ലെങ്കിൽ അത് വേസ്റ്റാണ്, വ്യർത്ത് ഹേ. ഇതാണ് രണ്ടാമത്തെ ദോഹേൻ്റെ ഭാവാർത്ഥം. നമ്മൾ മൂന്നാമത്തെ ദോഹയിലേക്ക് കിടക്കുകയാണ്. पासा पकड़ा प्रेम का सारे किया शरीर, सदगुरु दावा बनाया खेले दास कबीर. पासा पकड़ा प्रेम का सारी किया शरीर, സദ്ഗുരു ദാവ ബനായ ഖേലെ ദാസ് കബീർ. മൂന്നാമത്തെ ദോഹയിലൂടെ കബീർദാസ് ഉദ്ദേശിക്കുന്നത് ഭക്തിയും പ്രേമവും തമ്മിലുള്ള പൊരുത്തത്തെയാണ്. പ്രേമത്തിലൂടെ ഭക്തി കാണിക്കുകയാണ് ആര്? കബീർദാസ്. അതിൻ്റെ ഒളിച്ചുകളിയെ, പ്രേമത്തിൻ്റെയും ഭക്തിയുടെയും ഒളിച്ചുകളിയെയാണ് ഇതിലൂടെ കബീർദാസ് വ്യാഖ്യാനിക്കുന്നത്. കബീർദാസ് പറയുകയാണ്, ഞാൻ ലൗകികമായി പ്രേമത്തിൻ്റെ ദാഹകനാണ്, ഭൗതിക ജീവിതത്തിൻ്റെ തൊങ്ങലാണ്. ലൗകിക സുഖലോലുപത, അലൗകിക കളിയിൽ പുതിയ തന്ത്രങ്ങൾ ഗുരുവാണ് മെനയുന്നത്. അതായത് ഗുരുവാണ് ഈ കളിയിലെ നായകൻ. അദ്ദേഹമാണ് എങ്ങനെ ഈ ജീവിതമാകുന്ന കളിയിൽ കളിക്കേണ്ടതെന്ന് നിർദ്ദേശിക്കുന്നത്. അതായത് സഫലമായ ജീവിത മത്സരത്തിന് ദിശാനിർദ്ദേശങ്ങൾ നൽകുന്നത് ഗുരു തന്നെയാണ്. ഇതിലൂടെയും ഗുരുവിനെയാണ് ഇമ്പോർട്ടൻസ്. പ്രേമമാണെങ്കിലും ഭക്തിയാണെങ്കിലും ജീവിതം ഭക്തിയിലൂടെയും പ്രേമത്തിലൂടെയൊക്കെ കടന്നു പോകുന്നതുള്ളൂ. എല്ലാവരെയും സ്നേഹിക്കുകയും ആദരിക്കുകയൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്, ബഹുമാനിക്കുകയൊക്കെ ചെയ്യേണ്ടതുണ്ട്. എന്നാലേ നമ്മൾ ഈശ്വരനിലെത്തുള്ളൂ. വെറും പൈസൻ്റെ പിന്നാലെ ഓടിയിട്ടൊന്നും ഒരു കാര്യമില്ല. പാസാ പക്കട പ്രേമക്ക പ്യാസ്, പ്രേമത്തിൻ്റെ ദാഹം, പ്രേമത്തിന് വേണ്ടിയിട്ട്, സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള ദാഹം. സാരി കിയ ശരീർ, അത് ശരീരം അതിന് വേണ്ടിയിട്ട്, സാരി തൊങ്ങുക എന്ന് പറയും, എന്താ പറയുക, അതിന് തുടിക്കുക, ശരീരം അതിനു വേണ്ടി തുടിക്കുകയാണ്. പ്രേമത്തിന് വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുകയാണ് ആളുകൾ, ജനങ്ങൾ. നമ്മൾ കണ്ടിട്ടുണ്ട് പത്രത്തിലും മറ്റ് ന്യൂസിലൊക്കെ കാണാറില്ല, പ്രേമത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് മനുഷ്യർ ചെയ്തു കൂട്ടുന്നതെന്നുള്ളത്. അപ്പോൾ സദ്ഗുരു ദാവ ബനായ കേലെ ദാസ് കബീർ, അത് ഈശ്വരൻ്റെ ദാസനായ കബീർദാസ് പറയാണ്, സദ്ഗുരു കി ദാവ, കബീർദാസ് പറയാണ്, ഗുരുവിനെയാണ് നിങ്ങൾ ഓർക്കേണ്ടത് അല്ലെങ്കിൽ ആദരിക്കേണ്ടത്. ഈ ഗുരുവിലൂടെ നമുക്ക് ഇതിൻ്റെയൊക്കെ അർത്ഥം, അല്ലെങ്കിൽ പ്രേമവും ഭക്തിയും തമ്മിലുള്ള പൊരുത്തത്തെക്കുറിച്ച് പറഞ്ഞു തരിക, വ്യാഖ്യാനിച്ച് തരിക ആരാണ്? ഗുരുവാണ്. സഫലമായ എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ആരാണ്? ഗുരുവാണ്. साधक प्रेम प्यासा है, शरीर या लौकिकता को सर्वस्व मानने वाला है. यहाँ प्रेम भक्ति का खेल चालू है. प्रेम लौकिक है, भक्ति अलौकिक. പ്രേമം ലൗകികമാണ്, ഭക്തി അലൗകികമാണ്. യഹാം സച്ചാ ഗുരു നയാ തന്ത്ര പേഷ് കർത്താ ഹെ. നല്ലൊരു ഗുരു എന്താ ചെയ്യുക? പുതിയ തന്ത്രങ്ങൾ ഇവിടെ അവതരിപ്പിക്കും. അദ്ദേഹമാണ് നമുക്ക് എന്താണ് ശരി, എന്താ തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. ഉനക്ക് നിപുണത സഫൽ ജീവൻ ബിത്താനേക്കോ സഹായിക് ഹെ. അദ്ദേഹത്തിൻ്റെ കഴിവ് കാരണമാണ് നമുക്ക് ഒരു നല്ല ലൈഫ് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വഴികളും മുന്നോട്ട് കൊണ്ടുപോകാൻ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഗുരുക്കന്മാരാണ് നമുക്ക് പറഞ്ഞു തരുന്നത്, സഹായമാകുന്നത്. അന്യത അസഫലത ഹി പരിണാം ഹെ. ഗുരുവിൻ്റെ സഹായമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. ഇനിയിപ്പോൾ വീട്ടുകാരൊക്കെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഗുരുവിനെയും സ്കൂളും കോളേജൊക്കെ ഉപേക്ഷിച്ച് നമ്മൾ സ്നേഹിച്ച ആളെ കൂടെ ഇറങ്ങി പോകാതിരിക്കുക. അച്ഛൻ്റെ അമ്മൻ്റെ ഒന്നും അനുഗ്രഹമോ പ്രാർത്ഥനയോ ഗുരുവിൻ്റെ ഉപദേശങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മളെവിടെ എത്തില്ല. ചുരുക്കി പറഞ്ഞാൽ അതാണ് ഇതിൻ്റെ മൂന്നാമത്തെ ദോഹേൻ്റെ മീനിങ്. ഓക്കെ, നമ്മൾ അടുത്ത ദോഹയിലേക്ക് പോവുകയാണ്. ചകൈ ബിച്ചുരോ റേനിക്കോ ആയി മിലി പർബാദി ജോ जे जन बिछुठे राम सो थे दिन मिले ना राती. ചകൈ ബിച്ചുരോ,
ചക്രവാക പക്ഷിയാണ്. ചകൈ മീൻസ് ചക്രവാക പക്ഷി. ചക്രവാക പക്ഷി നമ്മൾ സാങ്കല്പിക പക്ഷിയാണ്. നമ്മൾ കവികളൊക്കെ തൻ്റെ കവിതകളിൽ ഉൾപ്പെടുത്തുന്ന പ്രേമമൊക്കെ വിവരിക്കുമ്പോൾ ഉൾപ്പെടുത്തുന്ന ഒരു പക്ഷിയാണ്. അതിന് രാത്രിയാവുമ്പോൾ തൻ്റെ പ്രിയതമനെ വിട്ട് നിൽക്കേണ്ടി വരും. രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുന്നവർ ആണെങ്കിൽ കൂടി രാത്രി സമയങ്ങളിൽ അവർക്ക് പിരിഞ്ഞിരിക്കേണ്ടതായിട്ട് വരും. അതാണ് ചക്രവാക പക്ഷീൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിനകത്ത് പറയുന്നത്, രാത്രിയിൽ വേർപിരിഞ്ഞിരിക്കുന്ന ചക്രവാക പക്ഷി പ്രഭാതത്തിൽ സന്ധിക്കും. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, രാത്രി ഇവർ വേർപിരിഞ്ഞിരിക്കും, ചക്രവാക പക്ഷികൾ, ലവേഴ്സ്. രാവിലെ ആകുമ്പോൾ അവർക്ക് കണ്ടുമുട്ടാൻ സാധിക്കും, വീണ്ടും പ്രേമം തുടങ്ങാം. അതാണ് പറഞ്ഞത്. ചകൈ ബിച്ചുറോ റേനീക്കോ, ചക്രപക്ഷി വേർപിരിഞ്ഞിരിക്കുക, ബിച്ചുറിന വേർപിരിയുക, റേനീക്കോ, റേനി മീൻസ് രാത്രി, ആയി മിലി പർബാദി. എന്നിട്ട് അവർ പകലാകുമ്പോൾ അവർ എന്താവും? പർബാദി മീൻസ് പ്രഭാതത്തിൽ അവർ കണ്ടുമുട്ടും. ജെ ജന ബിച്ചുട്ടെ രാം സോ തേ ദിന മിലേ നാ രാത്തി. ആരാണോ രാമനെ അല്ലെങ്കിൽ ഈശ്വരനെ വിട്ടു നിൽക്കുന്നത്, അകന്നു നിൽക്കുന്നത്, അവർക്ക് ഒരിക്കലും രാത്രിയോ പകലോ ആയിട്ട് കാര്യമില്ല, അവർക്ക് ഒരിക്കലും ഈശ്വരൻ്റെ അടുത്ത് എത്താൻ സാധിക്കില്ല. ചക്രവാക പക്ഷിക്ക് സാധിക്കും, അവർക്ക് സാധിക്കും. അവരെ പോലെ നമുക്ക് സാധിക്കില്ല. ഈശ്വരനെ മറന്ന് കളിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഉപദേശമാണ് ഇവിടെ കബീർദാസ് പറയുന്നത്. എല്ലാ ദോഹയിലും ഉപദേശമാണ് പറയുന്നത്. രാമനെ അല്ലെങ്കിൽ ദൈവത്തെ വേർപിരിഞ്ഞിരിക്കുന്നവൻ രാത്രിയോ പകലോ എന്ന് വേണ്ട, ഒരിക്കലും സന്ധിക്കുന്നില്ല. ചക്രവാക പക്ഷി രാത്രി മുഴുവൻ തമ്മിൽ കാണാതെ വിരഹത്തിൽ കഴിയുന്നു എന്നതാണ് സങ്കല്പം. അത് സാങ്കല്പികമാണ്. രാത്രി കഴിയുമ്പോൾ അതിൻ്റെ വിരഹം അവസാനിക്കും. പക്ഷെ നമ്മുടെ വിരഹം അവസാനിക്കുന്നില്ല. ഇവിടെ ആത്മാവ് വിരഹത്തിൽ മുഴുകിയിരിക്കുകയാണ്. ഈശ്വര സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിരഹത്തിൽ നിന്ന് ആത്മാവിന് മുക്തി ഉണ്ടാകൂ എന്നാണ് കബീർ പറയുന്നത്. മുക്തി വേണമെങ്കിൽ, മോക്ഷം വേണമെങ്കിൽ നമ്മൾ രാമനെ അല്ലെങ്കിൽ ഈശ്വരനെ ചിന്തിച്ച് നമ്മളെ മനസ്സിൽ അതിൻ്റെ ഓർമ്മ വേണം. എന്നാലേ നമുക്ക് ഈശ്വരനിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ 4ാമത്തെ ദോഹയും ഇവിടെ അവസാനിച്ചു. ഇനി ലാസ്റ്റ് ദോഹ. बिरहणी ऊंबी पंद सिरी पंदी बुझेदाई एक शब्द कही पीव का कभी मिलेंगे आई. വിരഹണിയായ വിരഹം സഹിക്കുന്ന, ഊമ്പി പന്ത്, ഊമ്പി മീൻസ് മടുത്തിട്ട്, പന്ത് മീൻസ് രാസ്ത, വഴി, സിരി പന്തി ബുജേദായി. ഇതിലൂടെ കബീർദാസ് പറയാണ്, ജീവാത്മാവ് തൻ്റെ മാർഗാന്ത്യത്തിൽ മടുത്തു നിൽക്കുന്നു. അതായത് ജീവാത്മാവ്, ജീവൻ്റെ ആത്മാവ് അന്ത്യമായി. അപ്പോൾ അവിടെ മടുത്തിട്ട് നിൽക്കുകയാണ്. ആത്മാവ് തൻ്റെ വഴിയിൽ, വഴിയുടെ അന്ത്യമായ അല്ലെങ്കിൽ വഴിക്ക് അന്ത്യമായ അവസാന ആ സ്ഥലത്ത് മാർഗ അന്ത്യത്തിൽ മടുത്തു നിൽക്കുന്നു. പരമാത്മാവിനെ കാണാനുള്ള മാർഗം ചോദിക്കുന്നു. തൻ്റെ കൂടെ വന്നവരോട് ചോദിക്കുകയാണ്, ആത്മാവ് ചോദിക്കുകയാണ്. നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ആത്മാവൊക്കെ നമ്മളിലോട്ട് പോകുന്നൊക്കെ പറയാറില്ലേ? ഈശ്വരനിലേക്ക് പോകണം. അപ്പോൾ ആ ഈശ്വരനിലേക്ക് എത്താനുള്ള വഴിയെ അന്ത്യത്തിൽ ആത്മാവ് ചോദിക്കുകയാണ്, വഴി ചോദിക്കുന്നു. പരമാത്മാവിനെ കാണാനുള്ള എന്തെങ്കിലും ഒരു വഴി. എപ്പോഴാണ് പരമാത്മാവിനെ കാണാനാവുക എന്ന് അവർ സന്ദേഹപ്പെടുകയാണ്. ആ ആത്മാവ് സന്ദേഹമാണ് ഇവിടെ പറയുന്നത്, ആത്മാവിൻ്റെ വേദന. വഴിമുട്ടി നിൽക്കുന്ന ആത്മാവ് തൻ്റെ സഹയാത്രികരോട് ചോദിക്കുകയാണ് മാർഗം, ഈശ്വരനിലേക്ക് എത്താനുള്ള മാർഗം. അതായത് ആത്മാവ് എപ്പോഴും പരമാത്മാവിനെ കാണാനുള്ള മാർഗാന്വേഷിയാണ്. ശരിയാണ്. ആത്മാവിന് പരമാത്മാവിൻ്റെ അടുത്ത് എത്തിയേ പറ്റൂ. ഇന്നല്ലെങ്കിൽ നാളെ എത്തിപ്പെട്ടേ പറ്റൂ. അതിൻ്റെ വഴി, ഈശ്വരനിലേക്കുള്ള വഴി അറിയാത്തവർ അവിടെ വഴി മുട്ടി നിൽക്കേണ്ടി വരും. അതാണ് വിരഹണി എന്ന് പറയുന്നത്. ഇവിടെ വിരഹണിയായി നിൽക്കുന്നത് ആത്മാവാണ്. മടുത്തു നിൽക്കുകയാണ് വഴിയിൽ. തൻ്റെ പന്തി ബുജേദായി ചോദിക്കുക, ദായി മീൻസ് ചോദിക്കുന്നു സഹയാത്രികനോട്. പന്തി ബുജേ, പന്തി മീൻസ് യാത്രികൻ. എക് ശബ്ദ് മീൻസ് ശബ്ദ്,
कहीं पीव का कभी मिलेंगे आई. പീവ് മീൻസ് പ്രിയതം. തൻ്റെ ഈശ്വരനെ പരമാത്മാവിനെ കാണാനുള്ള ആ ഒരു തേങ്ങലാണ് ഇവിടെ, ആത്മാവിൻ്റെ തേങ്ങലാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. एक शब्द ഒരു ശബ്ദം, ഒരു വേർഡ് മാത്രമാണ് ചോദിക്കുന്നത്. ആ വഴി കബിയെ മില്ലെങ്കിൽ എപ്പം കിട്ടും എന്നാണ് ഇവിടെ കബീർദാസ് പറയുന്നത്. परमात्मा के मिलन से आगुल आत्मा का चित्रण इसमें किया गया है. അതായത് പരമാത്മാവിനെ കണ്ടുമുട്ടാനുള്ള ആകുലതയാണ് ഇവിടെ ആത്മാവിന്, അതിനെയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് കബീർദാസ്. ആത്മാവ് വിരഹിണിയാണ് ഇവിടെ. വഹ परमात्मा से मिलने हेतु रास्ता तथा करती है, रास्ता पूछती है अपनी साथियों से. ना मिल पाने के नाते पूछती रहती है कि परमात्मा से मिलने का क्या उपाय है, और पूछती है अपनी साथियों से कि कैसे परमात्मा के पास जा सकते हैं. अन्याय मार्ग से अग्रसर समान लक्ष्य वालों से परमात्मा से मिलने का मार्ग प्रशस्त करने वाली भड़कती आत्मा का चित्रण इसमें हुआ है. यहाँ पर आत्मा भड़कता है ईश्वर के पास पहुँचने के लिए. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ദോഹ മൊത്തം ഗുരുവിനെയും ഈശ്വരനെയും പറ്റിയാണ്. ഈശ്വരൻ്റെ അപ്പോൾ ഈ കവിത ഈ ദോഹയെ പറ്റി എക്സാമിനൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് എഴുതാൻ വളരെ എളുപ്പമാണ്. ഗുരു മാതാപിതാ ഗുരു ദൈവമാണ് എന്ന വേർഡ് മാത്രം ഓർത്താൽ മതി. ഈശ്വരനിലേക്ക് എത്തണമെങ്കിൽ ഗുരുവിൻ്റെ സാന്നിധ്യം, ഗുരുവിൻ്റെ ഉപദേശം ഒക്കെ നേടേണ്ടതുണ്ട്. പ്രേമമാണ് വഴി, എല്ലാവരെയും സ്നേഹിക്കുക. ഈശ്വരൻ്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ വീടൊക്കെ അന്ധകാരമായി പോകും. എത്ര വെളിച്ചം കൊണ്ടുവച്ചിട്ടും കാര്യമില്ല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ താഴത്തായിട്ട് ഇതിൻ്റെയൊക്കെ ശബ്ദാർത്ഥം കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ ഇതിനെപ്പറ്റിയുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. മറ്റു കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. എല്ലാവരും നന്നായിട്ട് കേട്ട് മനസ്സിലാക്കുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.